നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നല്ല ഗുണങ്ങളും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്ന നിരവധി യോഗങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിൽ പരാമർശമുണ്ട്. അതിൽ മുഖ്യമായ സ്ഥാനമുള്ളൊരു പ്രഗത്ഭ യോഗമാണ് കാഹളയോഗം. 2-3 വിധത്തിൽ കാഹളയോഗത്തെ ചിന്തിക്കാറുണ്ട്. ആ ചിന്തിക്കുന്ന വിധവും കാഹളയോഗത്തിൻ്റെ ഫലവും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ബന്ധു കർമ്മഗൃഹാദേശ അന്യോന്യം കേന്ദ്രമാശ്രിതോ ലഗ്നാദേശേ ബലവതി യോഗ കാഹളസംജ്ഞത എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം 4-ാം ഭാവത്തിൻ്റെ അധിപനും 10-ാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയത്തിൽ ലഗ്നാധിപന് ബലം ഉണ്ടായി എങ്കിൽ കാഹളയോഗം ആ ജാതകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഉദാഹരണ ജാതകത്തിൽ 4-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും 10-ാം ഭാവത്തിൻ്റെ അധിപനായ ശനിയും പരസ്പരം കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ഉച്ചത്തിൽ ബലവാനായും ഈ ജാതകത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജാതകത്തിൽ കാഹളയോഗം ഉണ്ട്. വിദ്യാ വിനയസമ്പന്നോ രൂപവാൻ വിജിതേന്ദ്രിയ ആജ്ഞാപരോ മഹാഭോഗി യോഗേസ്യാൽ കാഹളീ നരഹ എന്നാണ് പ്രമാണം. കാഹളയോഗത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് വിദ്യ, വിനയം, സമ്പത്ത്, ആകാരഭംഗി എന്നിവ ഉണ്ടാകും. ഇന്ദ്രിയ വിജയം കരസ്ഥമാക്കുന്ന ഇവർക്ക് ആജ്ഞാശക്തിയും ഉണ്ടായിരിക്കും. കൂടാതെ വലുതായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യവും ഇവർക്കുണ്ടാകും. ഇതുകൂടാതെ മറ്റൊരു വിധത്തിലും ആചാര്യന്മാർ കാഹളയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലഗ്നാധിപനോ 7-ാം ഭാവത്തിൻ്റെ അധിപനോ നിൽക്കുന്ന രാശിയുടെ അധിപൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും അത് കേന്ദ്ര ത്രികോണ രാശികളിൽ ഏതെങ്കിലും ആയിരിക്കുകയും ചെയ്താലും കാഹളയോഗം പറയാം. ഇവിടെ ഈ ഉദാഹരണ ജാതകം ഒന്ന് ശ്രദ്ധിക്കാം. ഇടവ ലഗ്നമാണിത്. ഇതിൻ്റെ 7-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ മകരം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മകരരാശിയുടെ അധിപനായിരിക്കുന്ന ശനി തൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭരാശിയിലെ കേന്ദ്രരാശിയിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ജാതകത്തിൽ കാഹളയോഗം ഉണ്ട് എന്ന് അനുമാനിക്കാം. ഈ കാഹളയോഗത്തിൽ ജനിച്ചാൽ അയാൾ നാൾക്ക് നാൾ അഭിവൃദ്ധിയോടുകൂടിയവനും ശ്രേഷ്ഠനും നല്ലതുപോലെ ബുദ്ധിസാമർഥ്യമുള്ളവനും പ്രസന്നചിത്തനും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയും ആയിരിക്കും. മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന 2 കാഹളയോഗങ്ങളെ കൂടി നമുക്ക് നോക്കാം. 4-ാം ഭാവത്തിൻ്റെ അധിപനും 9-ാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയത്തിൽ ലഗ്നാധിപൻ ബലവാനായാൽ ഒരു കാഹളയോഗമായിട്ട് ഇതിനെ കണക്കാക്കാം. ഈ ഉദാഹരണ ജാതകം നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ മേടലഗ്നമാണ്. ലഗ്നത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്രത്തിൽ ബലവാനാണ്. 4-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചന്ദ്രനും 9-ാം ഭാവത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴവും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുന്നു. കാഹളയോഗമായി. മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന കാഹളയോഗമാണ് 4-ാം ഭാവത്തിൻ്റെ അധിപൻ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്ന സമയത്തിൽ 10-ാം ഭാവത്തിൻ്റെ അധിപൻ ദൃഷ്ടി ചെയ്യുക. ഇതും കാഹളയോഗമാണ്. ഉദാഹരണ ജാതകം നോക്കൂ. 4-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. 10-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശനി അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. കാഹളയോഗമായി. മുകളിൽ പറഞ്ഞ 2 വിധത്തിലുമുള്ളതായിരിക്കുന്ന കാഹളയോഗത്തിൻ്റെ ഫലമാണ് ഓജസ്വി സാഹസി മൂർഖ ചതുരംഗബലാന്യുത എൽക്കിഞ്ചിൽ ഗ്രാമനാഥസ്തു ജാതസ്യാൽ കാഹളീ നര എന്നാണ്. കാഹളയോഗത്തിൽ ജനിക്കുന്നവൻ ഓജസ്സുള്ളവനും സാഹസ പ്രവൃത്തികൾ ചെയ്യുന്നവനും മൂർഖ സ്വഭാവിയും വലുതായ സൈന്യബലം ഉള്ളവനും ഏതെങ്കിലും ഒരു പദവിയിൽ ഉന്നത നിലയിൽ എത്തുന്നവനും ആയിരിക്കും. പൊതുവിൽ കാഹളയോഗമുള്ള വ്യക്തികൾ നല്ല അറിവുള്ളവരും സൗന്ദര്യമുള്ളവരും തേജസ്വിയും ആജ്ഞാശക്തിയും ഉള്ളവരായിരിക്കും. ജാതകന് ശരിക്കും ഒരു മുതൽക്കൂട്ടാണ് ഈ യോഗം. വളരെ ഉന്നത നിലയിലുള്ള പല പ്രമുഖ വ്യക്തികളുടെയും ജാതകത്തിൽ ഈ യോഗം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.